ഒരു സ്ത്രീ, സാവിത്രി. അതെ, സത്യവാന്റെ സ്വന്തം സാവിത്രി. എന്നാലും എന്റെ പ്രാർത്ഥനയും പൂജയും എന്റെ സത്യവാനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എല്ലാം വെറുതായി പോയല്ലോ ഭഗവാനെ. അയ്യോ അവിടുന്ന് ആരാണ്? മനുഷ്യരല്ല. ദേവ, അങ്ങ് എന്തിനാണ് വന്നത്? സാവിത്രി, നീ പതിവ്രതയാണ്, ശക്തിയുള്ളവളാണ്. അതുകൊണ്ടാണ് നിനക്ക് എന്നെ കാണാൻ പറ്റുന്നതും ഞാൻ നിന്നോട് മിണ്ടുന്നത്. ഞാൻ യമനാണ്. സത്യവാന്റെ ജീവൻ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. സാവിത്രി, നീ നമ്മെ പിന്തുടരുകയാണോ? ചെന്നുപോയി നിന്റെ ഭർത്താവിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യൂ കുമാരി. ഭർത്താവിനെ പിരിയാതിരിക്കുന്നതാണ് ഭാര്യാധർമ്മം. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം. സ്വധർമ്മം അനുഷ്ഠിക്കുന്നവരെ ഒരു ശക്തിക്കും തൊടാനാവില്ലല്ലോ ദേവ. സാവിത്രി, ധർമ്മത്തെ പറ്റിയുള്ള നിന്റെ അറിവ് എന്നെ സന്തോഷിപ്പിക്കുന്നു. നിനക്കിലാണ് പരമ്പര. എന്റെ സത്യവാന്റെ ജീവനൊഴിച്ച് നിനക്ക് എന്നോട് എന്ത് വരവേണ്ടി ചോദിക്കാം. ചോദിക്കൂ സാവിത്രി. ദേവ, എന്റെ ഭർത്താവിന്റെ അച്ഛനെ നഷ്ടപ്പെട്ട കാഴ്ചയും ആരോഗ്യം തിരിച്ചു നൽകി അനുഗ്രഹിക്കണേ. നല്ലത്, തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും സാവിത്രി. തഥാസ്തു. ഇനി നീ മടങ്ങി പോകൂ പുത്രി. സാവിത്രി, ഇനി നീ നമ്മെ പിന്തുടരുകയാണോ? ഭർത്താവിനെ പിന്തുടരുന്നതാണ് ഭാര്യാധർമ്മം. അങ്ങയുടെ സാമീപ്യം എനിക്ക് അനുഗ്രഹമാണ്. നല്ലവരോടുള്ള സമ്പർക്കം സങ്കടങ്ങളെല്ലാം ഒഴിവാക്കും എന്നല്ലേ ദേവ? ആഹാ, നീ യാഥാർത്ഥ്യം കണ്ടെത്തി. നിനക്ക് ഞാൻ മുഴുവനും കൊണ്ടുതരാം. എന്റെ സത്യവാന്റെ ജീവനൊഴിച്ച് എനിക്കെന്നോട് എന്ത് വരവേണമെന്ന് ചോദിക്കാം. ചോദിക്കൂ സാവിത്രി. ദേവ, എന്റെ ഭർത്താവിന്റെ അച്ഛന് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു നൽകി അനുഗ്രഹിക്കണേ. നല്ലത്, തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും സാവിത്രി. തഥാസ്തു. വരാൻ പാടില്ലാത്ത വഴിയിലൂടെ നീ ഒരുപാട് വന്നു കഴിഞ്ഞു. ഇനി നീ മടങ്ങി പോകൂ പുത്രി. സാവിത്രി, ഇനി നീ നമ്മെ പിന്തുടരുകയാണോ? ശരീരം മണ്ണാണ്. മണ്ണിനും പിന്നിലും ഒരു ബന്ധവുമില്ല. ഇനി നീ മടങ്ങി പോകൂ പുത്രി. ഭർത്താവ് അടുത്തുണ്ടെങ്കിൽ ഭാര്യ ഒരിക്കലും ദൂരെയല്ല. അവിടുത്തെ പിതാവായ സൂര്യദേവൻ എല്ലാവരിലും ഒരേ ധർമ്മം നടത്തുന്നു. അത് തന്നെയല്ലേ അവിടുത്തെ ധർമ്മം. അതുകൊണ്ടല്ലേ അങ്ങേ യമധർമ്മൻ എന്ന് വിളിക്കുന്നത്. സത്യം, നീ മാത്രമാ സത്യം പറഞ്ഞു. എനിക്ക് സന്തോഷമായി മകളെ. നിനക്ക് ഞാൻ ഒരു വരം കൊണ്ടുതരാം. ഇതുവരെ നീ മറ്റുള്ളവർക്ക് വേണ്ടി ചോദിച്ചു, ഇനി നിനക്ക് വേണ്ടി ചോദിക്കൂ. പക്ഷേ സത്യവാന്റെ ജീവനൊഴിച്ച്. എന്റെയും സത്യവാന്റെയും വംശം നിലനിർത്താൻ എനിക്ക് കുട്ടികളുണ്ടാവാൻ അനുഗ്രഹിക്കണേ. നല്ലത്, തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും സാവിത്രി. തഥാസ്തു. ഇനി നീ മടങ്ങി പോകൂ പുത്രി. തീർച്ചയായും ഞാൻ മടങ്ങായിരുന്നു ദേവ. പക്ഷേ എനിക്ക് കുട്ടികളുണ്ടാവണമെങ്കിൽ സത്യവാൻ ജീവിച്ചിരിക്കട്ടെ. സത്യവാനില്ലാതെ എനിക്ക് എങ്ങനെയാണ് മാതൃത്വം സാധിക്കുക? സാവിത്രി, നീ സമർത്ഥയാണ്. നിന്റെ പ്രണയത്തിന്റെയും വിശ്വാസത്തിന്റെയും മുന്നിൽ ഞാനിതാ മടങ്ങുന്നു. സത്യവാന്റെ ജീവൻ ഞാൻ തിരിച്ചു നൽകുന്നു. ദീർഘസുമുഖരീ ഭവ. നന്ദി യമനേ.
വിളിച്ചപ്പോൾ മരത്തിനെ പോലും കീഴടക്കാം എന്നാണ് സാവിത്രി നമ്മെ പഠിപ്പിച്ചത്. ദേഹത്തിന്റെ ശക്തിയില്ലെങ്കിൽ മനസ്സിന്റെ ശക്തി അലർലിംഗമാണ്. അതേ സാവിത്രി നമ്മെ പഠിപ്പിച്ചതാണ് ഇന്നിവിടെ ഹിമാചിയിലൂടെയും ആര്യയിലൂടെയും കേണൽ സോഫിയയിലൂടെയും കമാൻഡർ യോവിക സിംഗിലൂടെയും നമ്മൾ കണ്ടത്. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരത്തിന്റെ